എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നവരാത്രിയുടെ 8ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ദുർഗ അഷ്ടമി, അതായത് നവരാത്രിയുടെ 8ാമത്തെ ദിവസം. ദുർഗാദേവിയുടെ 9 അവതാരങ്ങളെയാണ് നമ്മൾ ഈ 9 ദിവസത്തിൽ ആരാധിക്കുന്നത്. അതിൽ 8ാമത്തെയാണ് ദുർഗ അഷ്ടമി എന്ന് നമ്മൾ പറയുന്ന 8ാമത്തെ ദിവസം നവരാത്രിയുടെ. ഈ ഒരു ദിവസത്തിൽ നമ്മൾ ആരാധിക്കുന്നത് മഹാഗൗരിയാണ്. മഹാഗൗരി എന്ന് പറയുമ്പോൾ, അഥവാ ശാംഭവി, പല പേരുകളിലും നമ്മൾ ഗൗരി അല്ലെങ്കിൽ പാർവതി ദേവി എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഒരു ഐതിഹ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. മഹാദേവൻ ശിവനെ ആരാധിച്ച് ശിവൻ മഹാദേവന്റെ പത്നിയായ ആകണമെന്നുള്ള വരം അല്ലെങ്കിൽ അനുഗ്രഹം നേടിയെടുക്കുകയാണ് പാർവതി. അതായത് സതീദേവിയുടെ മരണത്തിനു ശേഷം പിന്നീട് പാർവതി ദേവി ശിവനെ ഉഗ്രമായിട്ടുള്ള തപസ്സും സാധനയും ചെയ്ത് സ്വന്തം വരനായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് നേടിയെടുക്കാൻ വേണ്ടി വരം ചെയ്ത് നേടിയെടുത്തു എന്ന് പറയപ്പെടുന്ന അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കഥ. അപ്പോ ഒത്തിരി തപസ് ചെയ്തിട്ടാണ് ദേവി ഈ ഒരു വരം നേടിയത്. അങ്ങനെ ഒത്തിരി കാലങ്ങളോളമുള്ള ആ ഒരു തപസ്സും ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു തപസ്സിന്റെ കാഠിന്യം കൊണ്ട് ദേവിയുടെ ശരീരത്തിന്റെ നിറം തന്നെ മാറിപ്പോയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ദേവിയുടെ നല്ല വെള്ള നിറത്തിൽ അല്ലെങ്കിൽ നല്ല വെളുത്ത നിറത്തിൽ ഇരുന്ന ദേവിയുടെ ശരീരത്തിന്റെ നിറം തന്നെ വളരെയധികം ഇരുണ്ട് പോയിരുന്നു ആ ഒരു സമയത്ത്. അതിനുശേഷം ബ്രഹ്മാവിനെ ഭജിച്ച് അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ആരാധിച്ച് ഈ ഒരു സ്വന്തം ശരീരത്തിന് നിറം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശുംഭനിശുംഭന്മാരെ വധിച്ചതിനു ശേഷം ഗംഗാനദിയിൽ കുളിച്ച് വരുമ്പോൾ ആ നിറം തിരികെ ലഭിക്കുമെന്നും പറയുന്നു. അതോടനുബന്ധിച്ചിട്ട് ശുംഭനിശുംഭന്മാരെ വധിച്ചതിനു ശേഷം ദേവി ഗംഗയിൽ പോയി കുളിച്ച് തിരിച്ചു വരുമ്പോൾ സ്വന്തം നിറം തിരിച്ച് കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഐതിഹ്യം ഇതാണ്. ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ദേവി രാഹു എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന്റെ അതിന്റെ നിയന്ത്രണം, ഇതിന്റെ നിയന്ത്രണം ദേവിയുടെ കൈകളിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രാഹുവിന്റെ ദോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദേവിയെ ആരാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ മനസ്സിലോ ഉള്ള ദുശ്ചിന്തകൾ കഴുകിക്കളയാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളും തെറ്റുകുറ്റങ്ങളും എല്ലാം ഒഴുക്കിക്കളയാനായിട്ടും പാർവതി ദേവി ആരാധിക്കുന്നു, അല്ലെങ്കിൽ മഹാഗൗരിയെ ആരാധിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ മാതൃത്വം, കുട്ടികൾ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരൊക്കെ ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതം അനുഷ്ഠിക്കാതെല്ലാം മറ്റ് ദിവസങ്ങളിലെ പോലെ തന്നെ രാവിലെ കുളിച്ച് ശുദ്ധമായതിനു ശേഷം പുതിയ ശുഭ്രവസ്ത്രം ധരിച്ച് വിളക്ക് കൊളുത്തി ആരാധിക്കുക. അതുപോലെ തന്നെ നാളികേരം കൊണ്ടുണ്ടാക്കിയ മധുര പലഹാരങ്ങളാണ് ദേവിക്ക് ഈ ഒരു സമയത്ത് ദേവിക്ക് നിവേദ്യമായിട്ട് വെക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പൂക്കള് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് മുല്ലപ്പൂവാണ്. അതായത് മുല്ലപ്പൂവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു. പൂക്കളിൽ അതേപോലെ തന്നെ ചന്ദനവും കുങ്കുമവുമാണ് വയ്ക്കുന്നത്. അതിനുശേഷം പല മധുര പലഹാരങ്ങൾ, പ്രത്യേകിച്ച് നാളികേരം കൊണ്ടുണ്ടാക്കിയതും ഇതൊക്കെ നിവേദ്യമായിട്ട് വയ്ക്കുക. പൂജയും കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതേ ദിവസമാണ് കന്യകാ പൂജ അല്ലെങ്കിൽ കുമാരി പൂജ ചെയ്യുന്നത്. കന്യകാ പൂജയല്ല, കുമാരി പൂജ ചെയ്യുന്നത്. അതായത് 2 വയസ്സിനും
10 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, അതായത് തീരെ ചെറിയ കുട്ടികൾ, 2 വയസ്സിനും 10 വയസ്സിനുമുള്ള കുട്ടികൾക്ക് ആണ് ഈ ഒരു പൂജ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അല്ലെങ്കിൽ അവരെ വിളിച്ച് വീട്ടിലേക്ക് സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുടെ അനുഗ്രഹം, അതായത് ദേവിയുടെ സാന്നിധ്യം, തീരെ ചെറിയ കുട്ടികൾ, നമ്മൾ പറയാറുണ്ടല്ലോ കുട്ടികൾ വളരെ ഇന്നസെന്റ് ആണ്, വളരെ നിഷ്കളങ്കരാണ് എന്നുള്ളത്. അപ്പൊ ദേവീ സാന്നിധ്യം തീരെ ചെറിയ കുട്ടികളിൽ ആ കള്ളവും ചതിയും കാര്യങ്ങളും ലോകത്തിന്റെ ഒന്നും അറിയാത്ത കുട്ടികളെ, 2 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ് ഈ പറഞ്ഞ പോലെ കുമാരി പൂജയ്ക്ക് ആയിട്ട് വിളിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന മധുരപലഹാരങ്ങളും നാളികേരം കൊണ്ടുണ്ടാക്കിയ മധുരപലഹാരങ്ങളാണെങ്കിലും മറ്റ് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം അവരുടെ അനുഗ്രഹം തേടുന്നു കുമാരി പൂജയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. ഒന്ന്. പിന്നെ ഈ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ നിറം പിങ്ക് കളറായാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ദിവസം എന്നും പറയുന്നുണ്ട്. അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ദുർഗാഷ്ടമിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത്. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.